ഹലോ മൈ ഡിയർ ആർട്ട് ലവേഴ്സ്. സോ ഇന്ന് ഞാനൊരു പുതിയ ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ആ ബോട്ടിൽ ആർട്ട്. സോ അത് കണ്ടാലോ? കമോൺ. സോ ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ബോട്ടിൽ എടുക്കാം. അതിനുശേഷം കാർഡ്ബോർഡാണ് വേണ്ടത്. ആ കാർഡ്ബോർഡ് നമ്മൾ 1 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ആൻഡ് 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യണം. ഇതുപോലെ ആദ്യം വരയ്ക്കുക. 1 സെൻറ്റിമീറ്റർ ആണ് നമ്മളുടെ വിഡ്ത്ത് വേണ്ടത് ആൻഡ് 3 സെൻറ്റിമീറ്റർ ലെങ്ത്തും. അങ്ങനെ വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്യുക, ഓരോന്നായിട്ട് കട്ട് ചെയ്യുക. ഇതിലിപ്പോൾ കാണുന്ന പോലെ ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്താലുണ്ടാവുക. അങ്ങനെ കുറേ എണ്ണം വേണം കേട്ടോ, കുറച്ചൊന്നും പോരാ, കുറേ എണ്ണം വേണം. കണ്ടില്ലേ? അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളുടെ കുപ്പിയെടുത്ത് ഫെവിക്കോൾ എടുത്ത് ഇത് ഓരോന്നായിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യുക. സ്റ്റിക്ക് ചെയ്യാൻ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല. ഇത് കുറച്ചധികം മെനക്കെട്ടുള്ള പണിയാണ്. നമുക്ക് വേണ്ടത് ക്ഷമയാണ്. വളരെയധികം ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയാണ് കേട്ടോ. സോ അങ്ങനെ നമ്മൾ ഈ കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഈ കാർഡ്ബോർഡ് പീസസ് ഓരോന്നായിട്ട് ഈ കുപ്പിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെയായിരിക്കും കാണാനുണ്ടാവുക. ആഫ്റ്റർ ദാറ്റ് നമുക്ക് വേണ്ടത് നമ്മളുടെ ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചതിന് ശേഷം ആ പാത്രത്തിൽ കണ്ടില്ലേ, അത് നമ്മൾ ഫെവിക്കോൾ ആൻഡ് വാട്ടർ മിക്സ് ചെയ്ത് വെച്ചതാണ്. ആ ഫെവിക്കോൾ ആൻഡ് വാട്ടർ മിക്സ്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടിഷ്യൂവിൻ്റെ മേലെ അതൊന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്, അതിന് മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ എല്ലാ ഭാഗത്തും നമ്മളുടെ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ഫുൾ ഡാബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി, നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ആ കാർഡ്ബോർഡ് അവിടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യും നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ. കണ്ടോ, ഇത് ലാസ്റ്റ് പീസാണ്. ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളുടെ ടിഷ്യൂ പേപ്പർ മുഴുവനായിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇത് കാണാൻ ഇതുപോലെ ഇരിക്കും. കണ്ടില്ലേ? ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ്. ആ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് നമ്മൾ മുഴുവനായിട്ട് എന്ത് ചെയ്യും, ബ്ലാക്ക് അപ്ലൈ ചെയ്യും. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ ഈ കുപ്പിക്ക് ഒരു വിൻറ്റേജ് ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം എപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു വിൻറ്റേജ് ലുക്കായാലും നമ്മളൊരു ആൻറ്റിക് ലുക്കായാലും നമ്മൾ എപ്പോഴും ബ്ലാക്കാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്തതിനു ശേഷമുള്ള ലുക്കാണ് ഈ കാണുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് പേൾ മെറ്റാലിക് കോപ്പർ എന്ന് പറഞ്ഞൊരു കളറാണ്, 353. അതെടുത്ത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ആ കാർഡ്ബോർഡിൻ്റെ മേലെ, അതായത് നമ്മളുടെ ആ കല്ല് ടെക്സ്ചർ ഉണ്ടാക്കിയ, അതായത് ഒരു ബ്രിക്ക് ടെക്സ്ചർ ഉണ്ടാക്കിയതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. വിരലുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവസാനത്തെ ലുക്ക് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പം നല്ല ഒരു അടിപൊളി ടെക്സ്ചറായിട്ട് കിട്ടും കേട്ടോ. അവസാനം കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു ഭംഗിയത് കാണാൻ വേണ്ടിയിട്ടെന്ന്. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ സ്പോഞ്ച് വെച്ച് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് വിരൽ വെച്ച് ചെയ്യുമ്പോഴാണ്. ആൻഡ് ഇതാണ് അവസാനത്തെ ആ ലുക്ക്. അതിനുശേഷം നമ്മൾ മോൾഡിറ്റാണ് എടുക്കുന്നത്. മോൾഡിറ്റ് നമുക്ക് ആവശ്യമുള്ളത്ര കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസാണ് ഉണ്ടാക്കുന്നത്. ഈ ബോൾസ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രേപ്സ് വെച്ച് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗ്രേപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേപ്സിൻ്റെ ആ ഒരു കൊലയില്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രേപ്സ് സെറ്റ് ചെയ്യാണ്. ഗ്രേപ്സ് മാത്രം പോരാ, ഗ്രേപ്സിന് അതിൻ്റെതായ വള്ളികളും ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ലീഫും ഉണ്ട്. സോ ഇതിന് ശേഷം നമ്മൾ ആ ലീഫും ആ വള്ളികളും ഒക്കെ നമ്മൾ ഈ ഒരു മോൾഡിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിന് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും എല്ലാം അറിഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരല്ലല്ലോ. നമ്മളിങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. ഞാനും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പല കാര്യങ്ങളും പഠിക്കുന്നതും ചെയ്യുന്നതും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ആകെ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ നമ്മൾ ലീഫ് കട്ട് ചെയ്യുകയാണ്. ലീഫ് ഞാൻ ജസ്റ്റ് പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് മുമ്പ് ഞാൻ പരത്തിയത് നിങ്ങൾ കണ്ടില്ലേ, പരത്തി വെച്ചതിന് ശേഷമാണ് ഞാനതിൽ വരച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ലീഫ് കട്ട് ചെയ്തതിന് ശേഷം ലീഫിൻ്റെ മുകളിൽ വെയിൻസൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ചെയ്യണം കേട്ടോ. ഇതിപ്പം ഞാൻ ടൂൾസൊന്നും വാങ്ങിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ള പഴയ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന നൈഫൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ്. ഡീറ്റെയിലിംഗ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇതുപോലെ തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുപോലെ കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ വള്ളി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ സ്കെയിൽ വെച്ച് അതിങ്ങനെ പരത്തിയത്. സ്കെയിൽ വെച്ച് തന്നെ പരത്തണം എന്നില്ല,
നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. നമുക്ക് കൈകൊണ്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ എല്ലാം ഒരേ ലെവലിൽ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അതാ ഞാൻ ലീഫ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ അതാ നമ്മളുടെ മുന്തിരിക്കോല ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാത്തിലും എൻ്റെ ഐഡിയ അനുസരിച്ചിട്ടാണ് ഞാൻ ലീഫ് അറ്റാച്ച് ചെയ്തത്. അതിനുശേഷം ഒരു കുഞ്ഞു വള്ളി, ആക്ച്വലി അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചുരുട്ടി വെക്കണം എന്നായിരുന്നു എൻ്റെ ഐഡിയ. പക്ഷേ പെട്ടെന്ന് എനിക്ക് ഐഡിയ മാറിയതിന് ശേഷമാണ് ഞാനിതാ പുറത്തേക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പെട്ടെന്ന് ഐഡിയ മാറ്റിയതാണെന്ന്. അതിനുശേഷം ഞാനത് നമ്മളുടെ ആ ബ്രിക്സിൻ്റെ ഇടയിൽ കൂടെ ആദ്യം ഒരു ആഷ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആഷ് കളർ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഡ്രൈ ആയതിനു ശേഷം ജസ്റ്റ് ഒരു നമ്മളെന്താ പറയുക, നമ്മുടെ വൈറ്റ് കളറും കൂടെ ഞാൻ അതിന് മുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആക്ച്വലി എന്നോട് എടുക്കാൻ മറന്നുപോയി. സോ അതിനുശേഷം നമ്മളുടെ ഗ്രേപ്സിന് കളർ കൊടുക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് നമ്മളുടെ ലീഫിന് കളർ കൊടുക്കും, വള്ളികൾക്ക് കളർ കൊടുക്കും. എല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ ജസ്റ്റ് ഗോൾഡൻ മെറ്റാലിക് ഗോൾഡും ഉണ്ട് ജസ്റ്റ് ഒരു ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും എന്നോട് എടുക്കാൻ മറന്നുപോയി. ഐ എം ദ സോറി സോ ജസ്റ്റ് കൈകൊണ്ട് നമ്മൾ നേരത്തെ ആ ബ്രിക്കിൽ ജസ്റ്റ് കൈകൊണ്ട് അപ്ലൈ ചെയ്തില്ല, അതുപോലെ തന്നെയാണ് ഞാൻ ഈ ലീഫിൻ്റെ മുകളിലും പിന്നെ അതുപോലെ തന്നെ ഗ്രേപ്സിൻ്റെ മുകളിലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗോൾഡ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ബ്രിക്കിൽ ചെയ്ത പോലെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയുള്ളൂ ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ലീഫാണ് കളർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം കൊടുത്തത് ഡാർക്ക് ഗ്രീനാണ്. ഡാർക്ക് ഗ്രീന് മുഴുവനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു ലൈറ്റ് ഗ്രീൻ എടുത്ത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലൈനും പിന്നെ ഇതിൻ്റെ വെയിൻസ് ഇല്ലേ നമ്മൾ കൊടുത്ത ആ ഡീറ്റെയിലിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ആ ലൈറ്റ് ഗ്രീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെറ്റാലിക് ഗോൾഡ് ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഒരു ടച്ചപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഡ്രൈ ആയതിനു ശേഷം അവസാനമാണ് ഞാൻ അവസാനത്തെ ആ ഒരു സ്റ്റെപ്പ്, അതായത് ഗോൾഡ് വെച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പ് ചെയ്തത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ് ഗ്രീൻ വെച്ച് ഔട്ട്ലൈനിങ് കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പം നന്നായിട്ട് ഡിഫൈൻഡ് ആയിട്ട് നിൽക്കും, ആ ലീവ്സ് നല്ല ഡിഫൈൻഡ് ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നമ്മളുടെ ഇലയൊക്കെ കുറച്ച് പഴുത്ത പോലെയൊക്കെ ഒരു ടെക്സ്ചർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എല്ലാം നമ്മളുടെ ഐഡിയ പോലെയാണ്. സോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ and please subscribe my channel and bye. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ ബൈ.